നമസ്കാരം. തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ചെമ്മാടിന്റെ ഹൃദയഭൂമികയിൽ ആമിയ ഗോൾഡിന്റെ 365 സുവർണ ദിനങ്ങൾ. ആമിയ ഗോൾഡൻ ഡയമണ്ട്സിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് കിടിലൻ ഓഫറുകളും ഒരു പിടി സമ്മാനങ്ങളുമായി ആമിയ വാർഷികാഘോഷം മെയ് 10 മുതൽ ജൂലൈ 31 വരെയുള്ള ഓരോ ദിവസത്തെയും പർച്ചേസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ഗോൾഡ് കോയിൻ ദിവസവും സമ്മാനമായി നൽകുന്നു. ജൂലൈ 31 നടക്കുന്ന മെഗാ നറുക്കെടുപ്പിൽ 1ാം സമ്മാനമായി കല്യാണ പാർട്ടികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു കല്യാണ പാർട്ടിക്ക് പണിക്കൂലി പൂർണ്ണമായി തിരിച്ചു നൽകുന്നു. 2ാം സമ്മാനമായി വാഷിംഗ് മെഷീൻ, 3ാം സമ്മാനമായി ഒരു ഡയമണ്ട് റിംഗ്. മെയ് 10 മുതൽ ജൂലൈ 31 വരെയുള്ള എല്ലാ പർച്ചേസുകൾക്കും സുനിശ്ചിതമായ സമ്മാനം. ക്രാഫ്റ്റഡ് വിത്ത് ട്രഡീഷണൽ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ്. മഴ ശക്തമായതോടെ തിരൂരങ്ങാടിയിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. തിരൂരങ്ങാടി നഗരസഭയിലെ 11ാം ഡിവിഷൻ പനമ്പുഴയ്ക്ക് സമീപം പുളിഞ്ഞിലത്തുപാടത്താണ് നിരവധി വീടുകളിൽ വെള്ളം കയറിയിരിക്കുന്നത്. നിലവിൽ 20ഓളം വീടുകളിലാണ് വെള്ളം കയറിയത്. പ്രദേശത്ത് വെള്ളപ്പൊക്ക ഭീഷണി തുടരുകയാണ്. ഇതോടെ 5ലേറെ വീട്ടുകാർ താമസം മാറി. കടലുണ്ടിപ്പുഴ നിറഞ്ഞൊഴുകിയതോടെയാണ് പുളിഞ്ഞിലത്തുപാടം വഴി വീടുകളിലേക്ക് വെള്ളമെത്തിയത്. താഴ്ന്ന പ്രദേശം കൂടിയായി ഇവിടെ മഴ പെയ്ത് വെള്ളക്കെട്ടുണ്ടാകുന്നത് പതിവാണെന്ന് നാട്ടുകാർ പറഞ്ഞു. വെള്ളം കയറാതിരിക്കാനും മഴവെള്ളം ഒഴുകിപ്പോകാനും ഇവിടെ സംവിധാനമില്ല. മഴ കുറഞ്ഞാലും ഇവിടുത്തെ വെള്ളം ദിവസങ്ങളോളം കെട്ടിനിൽക്കുകയും വലിയ ആരോഗ്യ ഭീഷണി നിലനിൽക്കാറുമുണ്ട്. ഇവിടെ ഒരു തോടുണ്ടായിരുന്നെങ്കിലും ആ തോട് നവീകരിക്കാത്തതാണ് വെള്ളം കെട്ടിനിൽക്കാൻ കാരണമെന്നാണ് വീട്ടുകാർ പറയുന്നത്. കടലുണ്ടിപ്പുഴയുമായി ബന്ധമുള്ള തോട്ടിലുള്ള VCBയുടെ മരത്തിലുള്ള ഷട്ടറുകൾ നേരത്തെ നശിച്ചതിനാൽ പുഴയിൽ നിന്നുള്ള വെള്ളം തടഞ്ഞു നിർത്താനാകുന്നില്ല. VCBക്ക് ഇരുമ്പു ഷട്ടറുകൾ സ്ഥാപിച്ച് വെള്ളപ്പൊക്കത്തിന് പരിഹാരമുണ്ടാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. കഴിഞ്ഞ ദിവസം രാത്രി പുഴ നിറഞ്ഞതോടെ കല്ലും പ്ലാസ്റ്റിക് ഷീറ്റുകളും ഉപയോഗിച്ച് നാട്ടുകാർ VCB അടയ്ക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. ഇതുവഴി കടലുണ്ടിപ്പുഴയിലെ വെള്ളം തോട്ടിലൂടെ വീടുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. VCBക്ക് ഇരുമ്പു ഷട്ടറുകൾ സ്ഥാപിച്ച് വെള്ളം തടഞ്ഞു നിർത്തുന്നതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.